BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. 1.25 കോടിയിലേറെ വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിലുള്ളത് കേവലം 340 എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് റോഡ് അപകടം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് 2018 തുടങ്ങിയ സേഫ് കേരള പദ്ധതി തുടക്കത്തിലെ പാളിയതിന് കാരണം കടുത്ത ആൾക്ഷാമം. 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റുകളിലായി സംസ്ഥാനത്തെ പ്രധാന നിരത്തുകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉറപ്പിക്കാനായിരുന്നു സേഫ് കേരള പദ്ധതി. എന്നാൽ തുടക്കം മുതലുണ്ടായിരുന്നത് ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥർ മാത്രം. ഈ ഉദ്യോഗസ്ഥരെ സ്ക്വാഡിൽ നിന്ന് പിൻവലിച്ച് ചെക്ക് പോസ്റ്റുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയ ഓഫീസ് ജോലികൾക്കും നിയോഗിക്കാൻ കൂടി തുടങ്ങിയതോടെ പദ്ധതിയുടെ കൂമ്പടഞ്ഞു. ശബരിമല പാതയിൽ അപകടം കുറയ്ക്കാൻ നടപ്പാക്കിയ സേഫ് സോൺ പദ്ധതി ഫലപ്രദമാവുകയും ഇത് മറ്റ് സംസ്ഥാനങ്ങൾ പോലും മാതൃകയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് 2020 റോഡ് അപകടം 50% കുറയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ സേഫ് കേരള എന്ന പേരിൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 85 എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളാണ് നിരത്തിലിറങ്ങിയത്. ഒരു സ്ക്വാഡിൽ ഒരു MVI, 3 അസിസ്റ്റന്റ് MVI വീതം 85 താലൂക്കുകളിൽ സ്ക്വാഡുകളെ വിന്യസിച്ചു. ഏകോപനത്തിന് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളും ആരംഭിച്ചു. എന്നാൽ ആൾക്ഷമവും ആവശ്യത്തിന് വാഹനങ്ങൾ ലഭിക്കാത്തതും പ്രതിസന്ധിയായി. നിലവിൽ പകൽ മാത്രമാണ് സ്ക്വാഡ് പേരിനെങ്കിലും ഉള്ളത്. ഭൂരിഭാഗം അപകടങ്ങൾ ഉണ്ടാകുന്ന വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുള്ള സമയത്ത് എൻഫോഴ്സ്മെന്റിനെ കണി കാണാനില്ല. 2022 വടക്കാഞ്ചേരി ബസ് അപകടത്തെ തുടർന്ന് ഹൈക്കോടതി വിളിച്ചുവരുത്തി ശാസിച്ചപ്പോൾ ഈ വിഭാഗത്തിൽ കൂടുതൽ ജോയിന്റ് RTO, MVI, MMV തസ്തികകൾ സൃഷ്ടിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശുപാർശ നൽകിയിരുന്നു. 2024 മാർച്ചിൽ ഇതേ ശുപാർശകൾ വീണ്ടും സമർപ്പിച്ചു. എന്നാൽ സർക്കാർ ഈ നിർദ്ദേശങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. പുനലൂർ സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പത്തനംതിട്ട സ്വദേശി അഖിൽ ദാസിനെ ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ കാക്കനാട് മറ്റ് പലയിടങ്ങളിലും വിളിച്ചുവരുത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പ്രതി യുവതിയുടെ പക്കൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് പലതവണകളായി 13 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയ ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ പ്രതി തന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു. പ്രതി പോവാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം അന്വേഷണങ്ങൾ നടത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ അഖിൽ ദാസിനെ റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ISL മത്സരത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 9:30 ശേഷം 11 വരെ സ്റ്റേഡിയത്തിൽ നിന്ന് 10 സർവീസുകൾ ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും ഉണ്ടാകും. രാത്രി 9:35, 9:43, 9:52, 10 മണി, 10:09, 10:17, 10:26, 10:37, 10:48, 11 എന്നീ സമയങ്ങളിലാണ് സ്റ്റേഡിയത്തിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് നടത്തുക. രാത്രി 9:34, 9:43, 9:51, 10 മണി, 10:08, 10:17, 10:25, 10:37, 10:49, 11 എന്നീ സമയങ്ങളിലാണ് സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്ക് സർവീസ് ഉള്ളത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. തൃപ്പൂണിത്തുറ ഉദയംപേരൂരിന് സമീപം കണ്ടനാട് ജൂനിയർ ബേസിക് സ്കൂളിന്റെ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. രാവിലെ 9:30 വലിയ ശബ്ദത്തോടെ ഓടിട്ട മേൽക്കൂര താഴെ വീണത്. അങ്കണവാടിയിലെ ആയ മാത്രമായിരുന്നു അപകട സമയത്തുണ്ടായിരുന്നത്. ഈ സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാകാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അടുത്ത ദിവസം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം ഇവിടെ നടത്താനിരിക്കെയാണ് അപകടമുണ്ടായത്. അങ്കണവാടിയിൽ 5 കുട്ടികളാണ് പഠിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് കുട്ടികൾ വരാറുള്ളത്. വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ ആയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വാതിൽ തുറന്ന് അകത്ത് കയറി അടിച്ചുവാരി. പെട്ടെന്ന് ശബ്ദം കേട്ട് വരാന്ത തൂത്തുവാരൻ പുറത്തേക്ക് ഇറങ്ങിയതോടെ വീണ്ടും ശബ്ദം കേട്ടു. പുറത്തേക്ക് ഓടി. നേരത്തെ അങ്കണവാടിയിലെ ഷീറ്റ് ദേഹത്തേക്ക് വീണിരുന്നു. അന്ന് തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതകാലം എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു എന്നും രക്ഷപ്പെട്ട ആയ ലിസി സേവിയർ പറഞ്ഞു. അപകടങ്ങൾ വർദ്ധിച്ചതോടെ റോഡിന്റെ
പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന. മൂവാറ്റുപുഴ പുനലൂർ റോഡിൽ നടന്ന പരിശോധനയിൽ ഗതാഗത നിയമലംഘനം കണ്ടെത്തിയ 37 വാഹനങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഗതാഗത നിയമ സംഘടന നടത്തിയ വാഹനങ്ങളിൽ നിന്ന് 52,000 രൂപ പിഴയും അടപ്പിച്ചു. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് മൂവാറ്റുപുഴ പുനലൂർ റോഡിലെ വാഴക്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോട്ടോർ വാഹന വകുപ്പും വാഴക്കുളം പോലീസും ചേർന്ന് പരിശോധന നടത്തിയത്. ഗുഡ്സ് വാഹനങ്ങളിൽ ആളുകളെ കയറ്റിക്കൊണ്ടുപോകൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വാഹന ഡ്രൈവിംഗ്, അമിത വേഗം, ആവശ്യമായ രേഖകളില്ലാതെ വാഹനങ്ങൾ മദ്യപിച്ച് ഓടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. മൂവാറ്റുപുഴ മേഖലയിലും തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധനകൾ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.